ഒരു പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റ് പിക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ ഭാഗമൊക്കെ ഞാൻ എടുത്തായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ട്രേഡ് ഇൻ ഡിവൈസ് എടുക്കാൻ മറന്നുപോയി എന്ന് പറയാൻ പറ്റില്ല. ദേ ഡിഡ്ന്റ് മെൻഷൻ ഇറ്റ് ഇൻ ദ ഇമെയിലിലും മെസ്സേജിലും ട്രേഡിങ് ചെയ്യാനുള്ള ഡിവൈസ് കൊണ്ടുവരണം. സാധാരണ ട്രേഡിങ് ഡിവൈസ് നമ്മൾ ഷിപ്പ് ചെയ്താൽ കൊടുക്കാറ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ അസ്യൂം ചെയ്തിട്ട് ഞങ്ങൾ അവിടം വരെ പോയിട്ട് ഒന്നും ഗിഫ്റ്റ് വാങ്ങാൻ പറ്റിയില്ല. ഒരു ഫ്യൂഷൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, മെക്സിക്കൻ ഫുഡും ഇങ്ങനെ കൊറിയൻ ഫുഡും കൂടിയുള്ള. അപ്പോൾ അവിടെ പോയി കുറച്ച് ടാക്കോസൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് പോകുന്നു. അന്ന് ഞാൻ കാലത്ത് ജിമ്മിലൊക്കെ പോയി. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പൂവൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ 2-3 മീനെ വാങ്ങിച്ചിട്ടുണ്ട്. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറി ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് ബോട്ടം ഫീഡേഴ്സാണ്. അപ്പോൾ അത് എൻ്റെ കൂടുതൽ ആൽഗെ വരുന്ന പോലെ തോന്നി. സോ 2-3 കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ക്ലീനിങ് ടാങ്ക് നന്നായിട്ട് ക്ലീനായിട്ടിരിക്കും. സോ ഒരാളിവിടെ ഉണ്ട്. ഈ പോകുന്നില്ലേ, ഇതാണ് ഒരെണ്ണം. ബാക്കിയുള്ളതൊക്കെ ബാക്കിലാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു വൈറ്റ് കളറുള്ള ഒരു കൊച്ചു ക്യാറ്റ് ഫിഷ് ഞാൻ കിട്ടിയിട്ടുണ്ട്, അൽബീനോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറൊരു സ്വോർഡ് ടെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു മീനെ വാങ്ങിച്ചു. അതിൻ്റെ ബാക്കിൽ വാലിങ്ങനെ നല്ല നീളം കാണും. അതെൻ്റെ ബാക്കിലിരിക്കുക. ഫ്രണ്ടിലോട്ട് വരാണെങ്കിൽ കാണിച്ചു തരാം. ദിസ് വൺ. അങ്ങനെ എൻ്റെ ജിമ്മിൻ്റെ അടുത്ത് തന്നെ ഒരു പെറ്റ് സ്റ്റോർ ഉണ്ട്. ഞാൻ അവിടെ കയറി. സോ ഇതാണ് ഞാൻ വാങ്ങിച്ച ഫ്ലവേഴ്സ്. ഗാർഡൻ റോസും മംസും വേറൊരു പൂവും കൂടി വെച്ചിട്ട് ഞാൻ 2 ബൊക്കെ ഉണ്ടാക്കി പ്രാവശ്യം. ഞാൻ മിക്സ് ചെയ്ത് വാങ്ങുമ്പോൾ എനിക്ക് 2 ബൊക്കെ ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. സോ ഒരെണ്ണം ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വെക്കും, ഒരെണ്ണം ഇവിടെ വെക്കും. ഹലോ, എന്തായാലും മതി. ഇനിയിപ്പോൾ എന്താ പറയുക, ഈ നമ്പർ വരണമെങ്കിൽ ഇനി എത്ര വർഷം? 11 വർഷം കാത്തിരിക്കണം. 44-ലല്ലേ ഇനി വരുള്ളൂ. എനിക്ക് അങ്ങനത്തെ നാണക്കേടൊന്നുമില്ല. ഞാൻ വിളിച്ചത് ബർത്ത്ഡേ കേക്കിൽ നമ്പർ വേണോ വേണ്ടയോ, നാട്ടുകാരെ മുഴുവനും വയസ്സ് അറിയിക്കണോ എന്നുള്ള ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഐ ഡോണ്ട് നോ, ഐ ഫീൽ ലൈക്ക് എന്താ പറയുക, ഏജിങ് ഈസ് എ ഗുഡ് തിങ്, which means I was lucky enough to എന്താ പറയുക എക്സ്പീരിയൻസ് 1 more year. Nothing bad happened. പിന്നെ എന്താ പറയുക, പിന്നെ ആൾക്കാർ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊക്കെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കണു ഏജ് കൂടുന്നോറും. I'm actually like, you know, my goal is to age gracefully. ഈ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലല്ല, വിത്ത് ഏജ് ബി മോർ മെച്യൂർഡ്, ബി മോർ മൈൻഡ്ഫുൾ. അതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മൾ കാണാറില്ലേ നല്ല പല അമ്മമ്മമാരെങ്കിൽ നല്ല ഭയങ്കര വൈസ് ആൻഡ് കാം. അവരുടെ അടുത്തൊക്കെ പോയിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജിയാണ്. അറ്റ് ദ സെയിം ടൈം യു സീ ഡിഫറെൻറ്റ് അമ്മമ്മമാർ ഭയങ്കര ദേഷ്യവും ലൈക്ക് ഇറിറ്റേഷനും അങ്ങനെയൊക്കെ ഉള്ളത്. സോ ഐ വോണ്ട് ടു ബി ദ ഫസ്റ്റ് വൺ വെൻ ഐ ഗെറ്റ് ഓൾഡ്, ആൻഡ് ഐ ഹോപ്പ് ഐ വിൽ ബിക്കം ലൈക്ക് ദാറ്റ്. സോ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത്, ഇന്നലത്തെ ഓർഡർ അവസാനം ഞാൻ ക്യാൻസൽ ചെയ്തു. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു കെനേഷ എനിമോർ. ഇനിയിപ്പോൾ അത്രയും ഡിസ്റ്റൻസ് എനിക്കിനി വണ്ടി അടിച്ച് പോകാൻ വയ്യ. അതുകൊണ്ട് പകരം ഐ വാണ്ടഡ് ദ പേർപ്പിൾ കളർ. പക്ഷെ പേർപ്പിൾ കളർ ഇവിടെ ഏരിയയിലൊന്നും ഇല്ല. ഷിപ്പിംഗ് ചെയ്യണമെങ്കിൽ 2 ആഴ്ചയാകും കിട്ടാനായിട്ട്. സോ പകരം ബ്ലൂ പിടിച്ചു. സോ ബ്ലൂ ഞങ്ങളുടെ അടുത്തുള്ള ബെസ്റ്റ് ബൈയിലുണ്ട്. സോ അത് ഓർഡർ റെഡിയാണ് പിക്ക് ചെയ്യാൻ. സോ എൻ്റെ ഡിവൈസും കൊണ്ട് ഞങ്ങൾ ഇത് കഴിയുമ്പോൾ പോകും. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. ഓൾസോ വി ആർ ഗോയിങ് ഫോർ ഡിന്നർ എനിക്ക് എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോട്ട് പോട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. ഐ തിങ്ക് ദർ ഇസ് എ പ്ലേസ് ഇൻ ഷോംബർഗ്. അവിടെ ഇങ്ങനെ എന്താ പറയുക, ഹോട്ട് പോട്ട്, ജാപ്പനീസ് ഹോട്ട് പോട്ട് അവിടെ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് പ്രിറ്റി ചിൽ, വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഏട്ടനും മീയും സിദ്ധും എല്ലാവരും കൂടിയാണ് കേക്ക് ഷോപ്പിങ്ങിന് പോയേക്കണത്. അവർ വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഓക്കെ ഇന്നലത്തെ വീഡിയോ അവിടെ വെച്ച് സ്റ്റക്കായിപ്പോയെന്ന്, ദെൻ ഐ വിൽ നോട്ട് ഫിലിം ടുഡേ. പിന്നെ ഞാൻ വിചാരിച്ചു ഇരിക്കട്ടെ, ഒരു ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഒരു വ്ളോഗൊക്കെ എടുത്തില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ എന്തോ കേക്കാണ് വാങ്ങിച്ചിട്ട് വരാൻ പോണത്. Sidhu, you got Amma cake? That's awesome. Somebody wrote my name on it? Yeah, like a chef did. Oh, that's a cool balloon. And this one said, happy birthday. Oh. Look at that. The balloon is not floating. Why? Me decorate ചെയ്യണടാ. Okay.
What? More flowers. Here, Emma. Oh, thank Say you, happy Mia. birthday. Happy birthday. Thank you. Happy birthday. Thank you. ഇപ്പൊ കൊറേ പോവാല്ല. ഇരിക്കട്ടെ. Can I put the other one? Yeah. Letty. What did you guys get me? We got you that Necklace. Say necklace. necklace. You got me necklace. Yeah. What? That's beautiful. പൊട്ടിക്കല്ലേ? See? You almost got the fur on the cake. You almost eat You the want- cake Mama. now. Look, like it? Yeah. Eat the cake. Correct സമയമായപ്പോ. കേക്ക് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും. Happy birthday dear Amma. Happy birthday to you. And now Amma will make a wish. Going. Okay. Yay. Now it's. Oh! Now. ഇവിടെ മറ്റേ ബേക്കറി വാങ്ങാറില്ല നമ്മൾ. വന്നിട്ടും കഴിക്കല്ലേ? ആ. അങ്ങനെ ഫൈനലി സാധനം കിട്ടി. ഇന്നലെ കുറേ നടന്നതാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ കിട്ടി. ട്രേഡിനൊക്കെ സ്മൂത്തായിട്ട് പോയി. കേട്ടി മോനെ കേട്ടി. അമ്മ ഗിഫ്റ്റ്. Amma got a blue iPad. BBYM തോന്നുന്നു. അതിലിപ്പോ അവരുടെ ഫോണാണെന്ന് തോന്നുന്നു. Whoa! They got your heart by its own. Chucky! ചക്കിയാ? Chucky! അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ പിക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിലെത്തി. അതിൻ്റെ ഇടയിൽ വണ്ടിയുടെ ചാർജ് കുറഞ്ഞപ്പോൾ വണ്ടി ചാർജ് ചെയ്യാനും ഞങ്ങൾ സ്റ്റോപ്പ് ഇട്ടു. പിന്നെ പെട്ടെന്നാണ് ഞങ്ങൾ 2 ഫ്രണ്ട്സിനെയും കൂടി ഇൻവൈറ്റ് ചെയ്തു ഈ റെസ്റ്റോറൻറ്റിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പേര് ഷാബ യു ജാപ്പനീസ് ബഫേ എന്നായിരുന്നു. ഞങ്ങൾ എത്തി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ദിവ്യ ആകാശം എത്തി. പിന്നെ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നുകൊണ്ട് 4 തരം ഹോട്ട് പോട്ട് ഫ്ലേവേഴ്സാണ് ഓർഡർ ചെയ്തത്. ഒരെണ്ണം കുറച്ച് സ്പൈസി ആയിരുന്നു, ബാക്കിയെല്ലാം കുറച്ചുകൂടെ മൈൽഡ് ഫ്ലേവറാണ്. പിന്നെ നമ്മൾ ഈ സ്ഥലത്ത് വന്നിട്ട് ഇഷ്ടമുള്ള വെജീസും മീറ്റും പിന്നെ അതുപോലെയുള്ള സ്നാക്സും ഒക്കെ നമുക്ക് എടുക്കാം. അതൊരു ബഫേ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എടുക്കുന്നതാണ് ഈ പോട്ടിൽ വന്നിട്ട് ഇടുന്നത്. അതിൽ വെജീസും പിന്നെ പലതരം മീറ്റും ഷ്രിമ്പ് പോർക്ക് ബീഫ് അങ്ങനെ മാറി മാറി ഇട്ടിട്ട് അതിൽ കിടന്ന് കുക്കാവും. അപ്പോൾ ആ ഫ്ലേവർ അതിന് കിട്ടും. അപ്പോൾ അതാണ് ഈ ഹോട്ട് പോട്ടിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു ക്യൂട്ട് റോബോട്ടും ഉണ്ടായിരുന്നു കിറ്റി, ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. പിള്ളേർക്ക് കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ 2 പേർക്കും സന്തോഷമായി. കാരണം മറ്റേ ഫുഡൊന്നും അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ കൂടുതൽ നഗറ്റ്സും ഫ്രൈസൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കുറച്ചും കൂടി അഡൽട്സിന് പറ്റിയ പോലത്തെ റെസ്റ്റോറൻ്റാണ്. ബട്ട് ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായ കുടിക്കുന്ന സ്ഥലത്ത് ഇവർ നമ്മളെ കൊണ്ടുപോവാണ്, ഖമറിയ എന്ന് പറഞ്ഞിട്ട്. അതൊരു യമനി കോഫി ഹൗസാണ്. ഒരുപാട് ദേശീയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കയറിയപ്പോൾ തന്നെ ഭയങ്കര നല്ല സ്മെല്ലായിരുന്നു കോഫിയുടെയൊക്കെ. ഞങ്ങളൊരു വലിയ പോട്ട് കോഫിയാണ് എല്ലാവർക്കും വേണ്ടി ഓർഡർ ചെയ്തത്. അവിടെ ഒരുപാട് ഡെസേർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ പിള്ളേർക്ക് കുറേ പേസ്ട്രി വാങ്ങിച്ചു. പിന്നെ അവർ ഫ്രഷ് ആയിട്ട് തന്നെയാണ് അവിടെ ചായയൊക്കെ ഉണ്ടാക്കുന്നതും. പിന്നെ എനിക്കൊരു സർപ്രൈസ് പോലെ അവിടെ ഒരു ക്യാൻഡിൽ വാങ്ങിച്ചിട്ട് അവിടെ എല്ലാവരുടെ മുമ്പിലും എനിക്ക് ബർത്ത്ഡേ സോങ് ഒക്കെ ഇട്ട് തന്നു. സോ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്തത്.